ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസ് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. മിന്നൂട്ടിക്ക് നമ്മൾ പ്രീ KG അഡ്മിഷൻ എടുത്തിരിക്കുവാണ്. നമ്മുടെ അടുത്ത് തന്നെയുള്ള ഡീപോൾ സ്കൂളിലാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. രാവിലെ പ്രാർത്ഥിച്ച് റെഡിയായിട്ട് സ്കൂളിലേക്ക് എത്തി. ഞാനും പപ്പയും കൂടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ക്രിസ്മസ് ലീവൊക്കെ കഴിഞ്ഞ് ഇച്ചായൻ തിരിച്ചു പോയി. സോ അതുകൊണ്ട് ഇച്ചായന് വരാൻ പറ്റിയില്ല. ഇതിപ്പോൾ അഡ്മിഷൻ പ്രൊസീജിയറിന് വേണ്ടി ഓഫീസിൽ വന്നിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിലൊക്കെ എത്തി. ആൾക്കങ്ങനെ കരച്ചിലോ ബഹളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഇഷ്ടമാണ് പോകാനും ബാക്കി കുട്ടികളുമായിട്ട് മിങ്കിളാകാനും ഒക്കെ ആയിട്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എത്രയൊക്കെ ആൾ ഓക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഫുൾ ഡേ മാറി നിൽക്കുന്നതിൻ്റെ ഒരു ഇതൊക്കെ എനിക്കറിയില്ല. ഹാപ്പിനെസ് ഉണ്ട്, പക്ഷേ ഒരു മിക്സ്ഡ് ഇമോഷനായിരുന്നു. സങ്കടമോ എന്തൊക്കെയോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതിപ്പോൾ ഞാൻ തലേദിവസം അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടി പോയപ്പോൾ ആദ്യം അന്വേഷിക്കാൻ വേണ്ടി പോയപ്പോൾ ഷൂട്ട് ചെയ്തതാണ്. അന്ന് തന്നെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. ക്ലാസ്സും ആംബിയൻസും അവിടെ പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് എല്ലാം കൂടെ കണ്ടപ്പോൾ ആൾക്ക് ഒത്തിരി ഹാപ്പിയായി. ഫസ്റ്റ് ഡേ തിരിച്ചു കൊണ്ടുവരുന്നതാണിത്. ഉടുപ്പൊക്കെ നനഞ്ഞതുകൊണ്ട് അവരത് മാറ്റി കൊടുത്തു. നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നന്നായി ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അവർ നന്നായി ഫീഡ് ചെയ്യിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ. അവർ ആഫ്റ്റർനൂൺ ലഞ്ചിന് ശേഷം ഉറക്കുന്നുണ്ട്. ഞാൻ ചെന്നപ്പോൾ ഉറങ്ങിക്കിടക്കുമായിരുന്നു കുഞ്ഞ്. പിന്നെ എന്താ, ഇതിപ്പോൾ തലേദിവസം നമ്മൾ അഡ്മിഷൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് പോയതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. പർച്ചേസിങ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. പുതിയ ചെരുപ്പ് വാങ്ങിച്ചു. ആൾക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഒരു ബാഗ് വാങ്ങി, വാട്ടർ ബോട്ടിൽ വാങ്ങി, ടിഫിൻ ബോക്സ്, അങ്ങനത്തെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഇയറിലെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. പക്ഷേ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ വർഷം വിടാം, കുഴപ്പമില്ല, 3 years ആയില്ലെങ്കിലും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളും വരുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞത്. അങ്ങനെ പെട്ടെന്ന് എടുത്ത ഡിസിഷനായിരുന്നു. അപ്പോൾ ഞാൻ Jan 1 മുതൽ വിടാം എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞ്, അതുകൊണ്ട് പെട്ടെന്ന് പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കുക ചെയ്തേ. ഞാൻ വാങ്ങിയ ടിഫിൻ ബോക്സ് എന്ന് പറയുന്നത് മിൽട്ടൻ്റെയാണ്. അപ്പോൾ ചൂട് നിന്നോളൂല്ലോ. അങ്ങനെ ആ ടിഫിൻ ബോക്സിനുള്ളിൽ തന്നെ കറി ബോക്സ് വരുന്നുണ്ട്, സ്പൂൺ വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത് ടിഫിൻ ബോക്സ്. ഇതാണ് മിൽട്ടൻ്റെ ബോക്സ് എന്ന് ഞാൻ പറഞ്ഞത്. നല്ല ടൈറ്റായിട്ടിരുന്നോളും. ഇങ്ങനെ ഒരു ചെറിയ കറി ബോക്സ് വരുന്നുണ്ട്. ഒരു സ്റ്റീലിൻ്റെ സ്പൂണും വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെന്താ, ഈ ഒരു വാട്ടർ ബോട്ടിൽ, പിന്നെ വേറെ കറിയൊക്കെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്നാക്കൊക്കെ കൊടുത്തു വിടണം നമുക്ക്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ 10 o'clock കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടാം. ബ്രേക്ക്ഫാസ്റ്റ് അവർ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അപ്പോഴത്തേക്കുള്ള സ്നാക്ക്, ദെൻ ഉച്ചക്കത്തേക്കുള്ള ടിഫിൻ, പിന്നെ ഈവനിങ് ഉറങ്ങി എഴുന്നേറ്റ് കഴിക്കാനുള്ള ഒരു സ്നാക്കും. അങ്ങനെയാണ്, ആ രീതിയിലാണ് ഇപ്പോൾ കൊടുത്തു വിടുന്നത്. കുഴപ്പമില്ല. ഇപ്പം 2 ദിവസം പോയി, പ്രശ്നങ്ങളൊന്നുമില്ല. ആൾ ഹാപ്പിയാണ്. ഇഷ്ടമാണ് പോകാനും കളിക്കാനും ഒക്കെ ആയിട്ട്. ഇങ്ങനെ ഒരു വാട്ടർ ബോട്ടിലാണ് വാങ്ങിയത്. ഡിസ്നി ഫ്രോസൻ്റെ ഒരു പ്രിൻ്റൊക്കെ വരുന്നത്. പിന്നെ ബാഗ് യൂണിക്കോണിൻ്റെ മതി എന്ന് പറഞ്ഞിട്ട് അതാണ് എടുത്തിരിക്കുന്നത്. എല്ലാം കുഞ്ഞിൻ്റെ ഇഷ്ടവും കൂടെ നോക്കി കേട്ടോ. കാരണം അവൾക്ക് കൊണ്ടുപോകാൻ, അവൾക്ക് യൂസ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ അവരുടെ ഇഷ്ടവും കൂടെ നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് സിപ്പ് കവേഴ്സ് വാങ്ങിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ഡ്രസ്സൊക്കെ കൊടുത്തു വിടണമല്ലോ. അങ്ങനെ എല്ലാം കൊണ്ടും ആൾ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥനയിൽ ഓർക്കണം, പ്രാർത്ഥിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. 2025 അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ആൻഡ് ടേക്ക് കെയർ.